TV ഓൺ ചെയ്താൽ, പേപ്പർ ഒന്ന് വായിച്ചാൽ, എന്തിന് മൊബൈൽ ഒന്ന് ഓൺ ചെയ്താൽ വരെ ദിവസവും 10 മർഡർ കേസെങ്കിലും നമ്മൾ കാണാറുണ്ട്. എന്നിട്ടും വീട്ടിൽ വന്ന് സ്വസ്ഥമായി നമ്മൾ കിടന്നുറങ്ങും. കാരണം എന്താണ്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതേ ന്യൂസ് ചാനലിൽ ഈ കൊലപാതകിയെ പിടിച്ചു എന്ന വാർത്ത കേൾക്കാൻ സാധിക്കുമെന്ന വിശ്വാസം കൊണ്ട്. നമുക്കറിയാം, ഒരുപാട് ക്രൂരനായ മൃഗങ്ങൾ താമസിക്കുന്ന ഒരു കാട്ടിലാണ് നമ്മളും ജീവിക്കുന്നത്. എന്നിട്ടും രാത്രികളിൽ നമ്മൾ സ്വസ്ഥമായി കിടന്നുറങ്ങാറുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഇത്തരത്തിലുള്ള ക്രൂരന്മാരായ മനുഷ്യ മൃഗങ്ങളെ ഒരുപാട് കാലം സ്വതന്ത്രനായി ജീവിക്കാൻ വിടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. എന്നാൽ ഒരു വീട്ടിലെ എല്ലാവരെയും മൃഗീയമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടും ആ കൊലപാതകിയെ പറ്റി ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലോ, നമുക്ക് സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കുമോ? അത്തരത്തിലുള്ള ഒരു സംഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. ഹിൻഡർ കൈഫക് കേസ്. ഈ കേസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്താണ് ഈ കേസിന് ഹിൻഡർ കൈഫക് കേസ് എന്ന് പേര് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഹിൻഡർ കൈഫക് എന്ന ഫാമിൽ നിന്നാണ് ഈ കേസിന്റെ ആരംഭം. ഹിൻഡർ കൈഫക് ഫാം 100 ഏക്കറോളം പരന്നു കിടക്കുന്ന വലിയൊരു ഫാം. ഈ ഫാമിന്റെ ഒത്ത നടുക്ക് വലിയൊരു ബംഗ്ലാവ്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഫാമിൽ നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് മറ്റൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ആ ഫാമിൽ നടുക്കുള്ള ആ വലിയ വീട്ടിൽ ഒരു അച്ഛൻ, ഒരു അമ്മ, ഡിവോഴ്സായി വന്നു നിൽക്കുന്ന ഒരു മകൾ, ആ മകൾക്ക് 7 വയസ്സും 2 വയസ്സുമുള്ള ഓരോ കുട്ടികൾ, പിന്നെ ആ വീട്ടിൽ പുതുതായി വന്ന ജോലിക്കാരിയെയും കൂട്ടി 6 പേരാണ് താമസം. പക്ഷേ ഈ 6 പേരും മാർച്ച് 31, 1922 മാർച്ച് 31 അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇതേ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിക്കാരി 6 മാസങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ജോലി നിർത്തി പോയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ആ ബംഗ്ലാവ് ഒരു പ്രേത ബംഗ്ലാവാണ്. എന്നാൽ അവിടെ താമസിക്കുന്ന മറ്റ്5 പേർക്കും ഇത്തരത്തിലുള്ള പ്രേത അനുഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവിടെയുള്ള ഒരു ജോലിക്കാർക്ക് ഈ പ്രേതത്തിന്റെ സാന്നിധ്യം മനസ്സിലാകുന്നത് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ആ ബംഗ്ലാവ് വലിയൊരു ബംഗ്ലാവ് ആയതുകൊണ്ട് തന്നെ അവിടെ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാർക്ക് സെപ്പറേറ്റ് ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറി ആട്ടിക്കിന് നേരെ താഴെയായിരുന്നു. എന്താണ് ആട്ടിക് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ സംശയം തോന്നുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലാണ് കോൺക്രീറ്റ് കൊണ്ട് വീടുണ്ടാക്കുന്നത്. എന്നാൽ പുറം രാജ്യങ്ങളിൽ വുഡ് കൊണ്ട്, മരം കൊണ്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലും ഇത്തരത്തിലുള്ള വീടുകൾ ഉണ്ടാക്കുന്നത് വുഡിലാണ്. അതുകൊണ്ട് തന്നെ വീടിന്റെ മേൽക്കൂരയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്ഥലം ആട്ടിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ സ്ഥലത്ത് ഒരാൾക്ക് താമസിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പഴയ വസ്തുക്കൾ, ഉപയോഗമില്ലാത്ത വസ്തുക്കളെല്ലാം കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരിടമായിട്ടാണ് എല്ലാവരും ഉപയോഗിക്കാറ്. ഈ ജോലിക്കാരി കിടന്നുറങ്ങുന്നതിന്റെ നേരെ മുകളിലായിട്ടാണ് ഈ ആട്ടിക് ഉള്ളത്. ഒരു ദിവസം രാത്രി ഇവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ആട്ടിക്കിനുള്ളിൽ നിന്നും ആരും നടക്കുന്നതായിട്ടുള്ള ശബ്ദം കേൾക്കുവാൻ ആരംഭിക്കുന്നു. അവർക്ക് നന്നായി അറിയാം ആ ആട്ടിക്കിനുള്ളിൽ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം വർഷങ്ങളായിട്ട് ആ ആട്ടിക് കൂട്ടിക്കിടക്കുകയാണ്. എങ്കിലും പിറ്റേ ദിവസം അവർ ആ റൂം തുറന്ന് പരിശോധിക്കുന്നുണ്ട്. അവിടെ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് എന്നല്ലാതെ ആരെയും തന്നെ കാണുവാൻ സാധിച്ചു. പക്ഷേ പിറ്റേ ദിവസവും ഇവർ കിടന്നുറങ്ങുന്ന സമയത്ത് അത്തരത്തിൽ ആരും നടക്കുന്നതായിട്ടുള്ള, ശബ്ദമുണ്ടാക്കാതെ നടക്കുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ ആരംഭിച്ചു. അവർക്ക് നന്നായിട്ടറിയാം അവിടെ ആരും തന്നെയില്ല. കാരണം അവർ ആ റൂം പരിശോധിച്ചിട്ട് കൂടിയാണ്. മാത്രമല്ല ആ റൂം വർഷങ്ങളായിട്ട് കൂട്ടിക്കിടക്കുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുമോ എന്ന് അവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നപ്പോൾ വിസ്പറിംഗ് സൗണ്ട്, ആരോ ശബ്ദമുണ്ടാക്കാതെ നമ്മൾ രഹസ്യം പറയുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ ആരംഭിച്ചു. സാധാരണയായി 2 പേരുണ്ടെങ്കിലാണ് ഒരാൾക്ക് ഒരാളോട് സംസാരിക്കേണ്ട ആവശ്യമാണ്. പക്ഷേ ആ റൂമിൽ 2 ആൾ പോയിട്ട് ഒരാളെ പോലും കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഈ ശബ്ദങ്ങളെന്ന് അവർ ചെവിയോർത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ആരോ മന്ത്രങ്ങൾ ചൊല്ലുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാൻ സാധിച്ചു. പിന്നെയും ഒരുപാട് രാത്രികൾ അവർ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. ആ ആട്ടിക്കിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇൻ കേസ് ആ ആട്ടിക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് പ്രോപ്പറായി ഭക്ഷണം കിട്ടാതെ, പ്രോപ്പറായി വെള്ളം കിട്ടാതെ,
എന്തിന്, നല്ല പോലെ ഒന്ന് ശ്വസിക്കാൻ പോലും കഴിയാതെ അയാൾ മരണപ്പെട്ടു പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജോലിക്കാരി ആ നിഗമനത്തിലെത്തുകയാണ്, ഇതൊരു പ്രേത ബംഗ്ലാവാണ്. അവർ അത് ആ വീട്ടുകാരോട് പറഞ്ഞിട്ട് നേരെ ജോലി റിസൈൻ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം 6 മാസങ്ങൾക്ക് ശേഷം മറിയ എന്ന പുതിയ ജോലിക്കാരി വരുന്നു. ആ ജോലിക്കാരി വന്ന ആ ദിവസം തന്നെ ആ വീട്ടിൽ കൂട്ട കൊലപാതകവും നടക്കുന്നുണ്ട്. ആ കൊലപാതകത്തിനെ പറ്റി പോലീസ് ചുറ്റുപാടുമുള്ള വീടുകളിൽ അന്വേഷിച്ചപ്പോൾ ആ വീടുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മറ്റൊന്നായിരുന്നു. ഈ ഗ്രൂബർ ഫാമിലി, ഈ കൊല്ലപ്പെട്ട ഫാമിലിയെ ഗ്രൂബർ ഫാമിലി എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഗ്രൂബർ ഫാമിലി വളരെ ഡിഫറെന്റ് ആയ രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. കാരണം അവർ പുറത്തുള്ളവരോട് ആരോടും തന്നെ സംസാരിച്ചിരുന്നില്ല. എന്തിന്, അവർ പരസ്പരം അവർ തമ്മിൽ തന്നെ സംസാരിക്കുന്നത് വളരെ വിരളമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ രീതികൾ വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ വിയർഡായ രീതിയിലായിരുന്നു ഇവർ പെരുമാറിയിരുന്നത് എന്ന് അവരുടെ പല അയൽവാസികളും ആ സമീപത്ത് താമസിക്കുന്ന പലരും പോലീസിനോട് പറയുകയുണ്ടായി. മാത്രമല്ല ഈ ഗ്രൂബർ ഫാമിലി എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന ഒരു ഫാമിലിയാണ്. പള്ളിയിൽ ഓരോ ആഴ്ചയും ഓരോ വളണ്ടിയർ ആണ് പാട്ട് പാടേണ്ടത്. അതിൽ ഒരു സൺഡേ വിക്ടോറിയ, ഈ ഗ്രൂബർ ഫാമിലിയിൽ ഡിവോഴ്സായി വന്നു നിൽക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞല്ലോ, അവളുടെ പേരാണ് വിക്ടോറിയ. ഈ വിക്ടോറിയ ഒരു സൺഡേ ആ ചർച്ചിൽ ഒരു പാട്ട് പാടുകയുണ്ടായി. വളരെ ദുഃഖപൂർണമായ ആ പാട്ട് കേട്ട് ചർച്ചിലുള്ള പലരുടെയും കണ്ണുകൾ കലങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ വീട്ടിൽ ഇടയ്ക്കിടെ പോകുന്ന പോസ്റ്റ്മാൻ, ആ പോസ്റ്റ്മാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. ആ വീട്ടിൽ എന്തോ വ്യത്യസ്തമായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവരെല്ലാവരും വളരെ ഡിഫറെന്റ് ആയ രീതിയിലാണ് പെരുമാറിയിരുന്നത് എന്ന് പോസ്റ്റ്മാനും പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഈ കേസിലെ പ്രധാന 4 കാര്യങ്ങൾ കൂടി നോക്കാം. ഈ സംഭവം നടക്കുന്നത് ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ ഉള്ളവരെല്ലാവരും തന്നെ ജർമ്മൻ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു ദിവസം ഇവരുടെ അച്ഛൻ ഉപയോഗിക്കുന്ന ഷെഡിൽ നിന്നും മറ്റൊരു ഭാഷയിലുള്ള പത്രം കിട്ടുന്നു. ആ പത്രത്തിലുള്ള ഭാഷ ആ വീട്ടിലുള്ള 6 പേർക്ക് മാത്രമല്ല ആ നാട്ടിലുള്ള ആർക്കും തന്നെ അറിയില്ലായിരുന്നു. മറ്റൊരു ദിവസം ഇവരുടെ വീടിന്റെ ചാവി കളഞ്ഞു പോകുന്നുണ്ട്. ഒരാഴ്ച മൊത്തം പലയിടത്തും തിരഞ്ഞിട്ടും ആ ചാവി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം തീരെ ബന്ധമേ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും ആ ചാവി കണ്ടുകിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സൺഡേ ഇവർ ചർച്ചിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇവരുടെ ഡോറിലെ ലോക്കിൽ നിറയെ സ്ക്രാച്ചസ് കാണാൻ ആരംഭിക്കുന്നു. ആരോ കള്ളത്താക്കോലിട്ട് ഡോർ തുറക്കാൻ ശ്രമിച്ചതുപോലെയുള്ള സ്ക്രാച്ചുകൾ. 4-മത്തെയും വളരെ ഇമ്പോർട്ടന്റുമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ സാധാരണയായി മാർച്ച് മാസത്തിലാണ് വിന്റർ സ്റ്റാർട്ട് ചെയ്യാറ്. എല്ലാ നാട്ടിലെയും പോലെ വിന്റർ സമയത്ത് ആ നാടൊന്നാകെ മഞ്ഞൾ മൂടി കിടക്കാറുണ്ട്. ഈ ഗ്രൂബർ ഫാമിലിയുടെ വീടിന് ചുറ്റും ഇതുപോലെ മഞ്ഞ് വീട് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇവരുടെ വീടിന് സമീപത്ത് ഒരു കാൽപ്പാടുകൾ കണ്ടുപിടിക്കുന്നു. ആ കാൽപ്പാടുകൾ തൊട്ടടുത്ത കാട്ടിൽ നിന്നും ഇവരുടെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാൽപ്പാടുകൾ ഇവരുടെ വീട്ടിലേക്ക് കയറി പോകുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നും തിരിച്ചിറങ്ങി വന്ന യാതൊരു ഫുട് പ്രിന്റും അവിടെ പരിസരത്ത് കാണാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല ഈ കാൽപ്പാടുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ആ കാൽപ്പാടുകൾ മനുഷ്യന്റെ കാൽപ്പാടുകളെ അപേക്ഷിച്ച് വളരെ വലുതായിരുന്നു. ഈ സംഭവം നടന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം പണ്ട് ആ ജോലിക്കാരി പറഞ്ഞതുപോലെ വിസ്പറിംഗ് സൗണ്ട് ഈ ഫാമിലി ഹെഡ് ഗ്രൂബറും കേൾക്കാൻ ആരംഭിച്ചു. ഈ സംഭവം കൂടി കഴിഞ്ഞ് മാർച്ച് 31, 1922 ആ 6 പേരും മൃഗീയമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നു. അതിൽ 4 പേരുടെ മൃതശരീരം തലയറുക്കപ്പെട്ട രീതിയിൽ വീട്ടിലെ ഫാമിൽ, മൃഗങ്ങളെ വളർത്തുന്ന ഫാമിലായിരുന്നു കിടന്നിരുന്നത്. 2 വയസ്സുള്ള കുട്ടിയുടെയും ജോലിക്കാരി മറിയയുടെയും ശരീരങ്ങൾ തലയറുത്ത രീതിയിൽ ബെഡിൽ തന്നെ കാണപ്പെട്ടു. മാർച്ച് 31 ഈ മർഡർ നടക്കുന്നു. ഏപ്രിൽ 1 പോസ്റ്റ്മാൻ ഒരു ലെറ്ററുമായി ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. സാധാരണ പോലെ ലെറ്റർ ബോക്സിൽ ആ ലെറ്റർ വെച്ചുകൊണ്ട് അയാൾ തിരികെ പോകുന്നുമുണ്ട്. 2 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 3 മറ്റൊരു ലെറ്ററുമായി അയാൾ വീണ്ടും വരുന്നുണ്ട്. ആ ലെറ്റർ ബോക്സിൽ ലെറ്റർ വെക്കുമ്പോഴാണ് 1 വന്ന ലെറ്റർ അതുപോലെ തന്നെ ഇരിക്കുന്നത് കാണുന്നത്. ഈ വിവരം അറിയിക്കാൻ വേണ്ടി പോസ്റ്റ്മാൻ നേരെ ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ആ വീട്ടിലെ കാഴ്ച കണ്ട് നേരെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി പോലീസ് വന്ന് ഈ പോസ്റ്റ്മാനോട് ചോദിക്കുന്നുണ്ട്, ഏപ്രിൽ 1 നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കൊലപാതകം നടന്നത് മാർച്ച് 31 പക്ഷെ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തത് ഏപ്രിൽ 3 എന്തുകൊണ്ടാണ് ഏപ്രിൽ 1 നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യാതിരുന്നത് എന്ന്. അതിന് ആ പോസ്റ്റ്മാൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഏപ്രിൽ 1 ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വീട്ടിലെ ചിമ്മിണിയിൽ നിന്നും
ഈ വീട്ടിലെ അടുക്കളയിലെ പുകക്കുഴലിൽ നിന്നും പുക ഉയരുന്നത് ഞാൻ കണ്ടിരുന്നു എന്നാണ്. ഈ കാര്യം പോലീസ് പോയി സെർച്ച് ചെയ്യുന്നുണ്ട്. അയാൾ പറഞ്ഞതുപോലെ തന്നെ ആ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഈ തലയറുത്ത് മാറ്റപ്പെട്ട 6 മൃതശരീരങ്ങൾക്കൊപ്പം ആരോ ഒരാൾ അല്ലെങ്കിൽ ഏതോ ഒന്ന് 3 ദിവസം ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞിരിക്കുന്നു എന്ന്. എന്താണ് ആരോ ഒരാൾ എന്ന് പറയാതെ ഏതോ ഒന്നുകൂടി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ മരണപ്പെട്ടവരിൽ 7 വയസ്സായ കുട്ടിയുടെ കയ്യിൽ നിറയെ മുടികൾ ഉണ്ടായിരുന്നു. പരിശോധനയിൽ ആ മുടികൾ അത്രയും ആ കുട്ടിയുടേത് തന്നെയാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അതായത് ആ കുട്ടി എന്തോ കണ്ടു ഭയന്ന് സ്വയം മുടികൾ പിച്ചി പറിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. തലയില്ലാത്ത ആ 6 മൃതശരീരങ്ങളും സംസ്കരിച്ചതിനു ശേഷം ചരിത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് കാണിക്കുവാൻ വേണ്ടി അവർ ആ വലിയ വീടൊന്നാകെ ഇടിച്ചു പൊളിച്ച് കളയുന്നുണ്ട്. ഇന്നും അവർക്കായി ഒരു സ്മാരകം അവിടെ നിലകൊള്ളുന്നുണ്ട്. ഈ കേസിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളില്ല. ഇന്നും അത് നിഗൂഢമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ജർമ്മൻ ഭാഷ മാത്രം അറിയുന്ന ആ അടച്ചിട്ട വീട്ടിൽ മറ്റേത് ഭാഷയിലുള്ള ന്യൂസ് പേപ്പർ വന്നത് എങ്ങനെയാണ്? മാത്രമല്ല മഞ്ഞിൽ ആ കണ്ട അസ്വാഭാവികമായി വലുപ്പമുള്ള ആ ഫുട് പ്രിന്റുകൾ ആരുടേതാണ്? ആർട്ടിക്കിൾ കേട്ട ആ വിസ്പറിംഗ് സൗണ്ട്, ആരോ നടക്കുന്നതായിട്ടുള്ള ശബ്ദവും ആരുടേതാണ് എന്നുള്ള ചോദ്യവും ഇന്നും നിഗൂഢമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇത്തരത്തിലുള്ള വീഡിയോ വീണ്ടും വീണ്ടും കാണുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ശ്രമിക്കണേ. പിന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒന്ന് എഴുതി അറിയിക്കാൻ കൂടി ശ്രമിക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ.